ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കും മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന ഡ്രാമയുടെ അപ്ഡേറ്റ്സ്, പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഡ്രാമ തുടങ്ങണം എന്ന പോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായും വാട്സപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മൂ അവിടെ വാനിനെ കാണുന്നുണ്ട്. ഈ വാനാണ് ആ സ്നേക്കി എന്നതൊന്നും അവൾക്ക് അറിയില്ല. ഇങ്ങനെ സ്നേക്കിനിടയ്ക്ക് ജിന്നിനോട് അവന്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവളാണ് അവളെന്ന് അറിയില്ലല്ലോ. ആരപ്പോ ഒരു പുതിയ ആളെന്ന് മട്ടിൽ അവിടെ സ്നേക്കി നിൽക്കുന്നത് കണ്ട് തന്റെ റൂമിലേക്ക് പോകാനായി മൂ മുന്നോട്ട് നടക്കുമ്പോഴേക്കും മൂനെ കാണുന്ന വാൻ അവളെ വിളിക്കുന്നുണ്ട്. ആരാ നീ? എന്താ നിനക്കും ജിന്നിനും ഇടയിലുള്ള റിലേഷൻ? എന്താ ലൈനാണോന്നൊക്കെ അവൾ ഒട്ടും ഇഷ്ടപ്പെടാതെ സംസാരിക്കുമ്പോഴേക്കും അങ്ങനൊന്നും ഇല്ലാന്ന് മൂ പറയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായെന്ന് വാൻ ചോദിക്കുമ്പോൾ അവളുടെ ദേഹത്തുള്ള ടാറ്റു കണ്ട് സ്നേക്ക് ആണോന്നൊരു ഡൗട്ടില് മൂ ചോദിക്കുമ്പോൾ എന്റെ ദേഹത്തുള്ള ടാറ്റു സ്നേക്കിന്റെ ഒന്നും അല്ല, അത് ഡ്രാഗൻ ആണെന്ന് വാൻ പറയുന്ന ടീം. അപ്പോ ഡ്രാഗനാണോ പേരെന്ന് മൂ വളരെ ഇന്നസെന്റ് ആയി ചോദിക്കുമ്പോൾ അല്ല, എന്റെ പേര് വാൻ എന്നാണെന്ന് അവളും പറയുന്നു. അതിനുശേഷം മൂവിന്റെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന വാൻ നിന്നെ കണ്ട ഒരു മുയൽക്കുട്ടി കണക്കുണ്ടല്ലോ എന്നൊക്കെ അവളെ കളിയാക്കിയതേ അവിടെ ഇങ്ങനെ ചേർത്ത് നിർത്തി. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ വീണ്ടും നിലവിൽ അങ്ങനെ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ, ഇനി ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജിൻ വരുന്നുണ്ട്. ഇവരുടെ ഈ പോസ് കണ്ടപാടെ ജിൻ ചുമ്മാ അവളെ പേടിപ്പിക്കാതെ മാറിപ്പോവാനേ വാനോട് പറയുമ്പോൾ വാൻ ഞാനവിടെ പേടിപ്പിച്ചു, ഞങ്ങൾ കാഷ്വലായി സംസാരിക്കല്ലായിരുന്നു എന്ന് പറഞ്ഞു നമുക്ക് പോർക്ക് കഴിക്കാന്നും പറഞ്ഞ് അവിടെ നിന്ന് മൂവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫെങ്സിയും സാൻലിയും ഒക്കെ ഉള്ളിടത്ത് പോയി ഇരിക്കുന്ന ടീം. രാവിലെ ജിന്നാണ് ഈ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നെങ്കിലും നിനക്ക് വേണ്ടി ന്യൂട്രീഷ്യസ് ആയിട്ട് ഈ ഒരു സൂപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നത് ഞാനാണെന്നും പറഞ്ഞ് സാൻലി അവിടെ സൂപ്പ് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജിൻ വരുമ്പോ വാ എന്റെ അടുത്തിരിക്കുന്നു പറഞ്ഞ് വാൻ അവൻ ഇരിക്കാനായി സ്പേസ് കൊടുക്കുമ്പോഴേക്കും അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ അവിടെ മാറിയിരിക്കുന്നു. ഈ വൺ സൈഡ് ലവ് കുറച്ച് ടഫ് അല്ലേ, എപ്പോഴും ഇതുപോലെ നിരാശപ്പെടേണ്ടി വരും. എന്തായാലും അപ്പോഴേക്കും മൂന്ന് വേണ്ടി പ്രത്യേകമായി സാൻലി തയ്യാറാക്കിയ ഒരു സൂപ്പ് മൂ കഴിക്കുന്നതിന് മുന്നേ കൈയിട്ട് വരാനായി ഫെങ്സി നോക്കുമ്പോഴേക്കും അവള് കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് മൂവിനെ കൊണ്ട് ആ സൂപ്പ് കുടിക്കുകയാണ് സാൻലി. ഈ ടീം സൂപ്പ് വളരെ ഡെലീഷ്യസ് ആയിട്ടുണ്ടെന്ന് മൂ അപ്രൂവ് ചെയ്യുന്നു. ഈ ടീം ഫെങ്സിയോട് സത്യത്തിൽ ഈ മൂ ആരാ, എന്താ ഈ ജിന്നിനും അവൾക്കിടയിലുള്ള ബന്ധമെന്നല്ല വാൻ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ജിന്നിന്റെ സിസ്റ്റർ ആണെന്ന് പറയുമ്പോൾ വാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ഇവർ ബ്ലഡ് റിലേറ്റഡ് ആണോ, അതായത് സ്വന്തം സഹോദരിയും സഹോദരനും ആ രീതിക്കാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആരും അതിന് ഉത്തരം പറയുന്നില്ല. ഈ ടീം ജിന്നാകട്ടെ അവിടെ ആ ഒരു ടോപ്പിക്കിന്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഡ്രിങ്ക്സ് എടുത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ സത്യം പറ ഇവര് ബ്ലഡ് റിലേറ്റഡ് ആണോന്നെല്ലാം വാൻ വീണ്ടും ഫെങ്സിയെ കുടയുമ്പോൾ ഫെങ്സിയെ യൂസ് ചെയ്താണ് വാൻ ഈ അൽക്കുലത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ നോക്കുന്നത്. ഫെങ്സി പേടിച്ചിട്ട് അതെ ബ്ലഡ് റിലേറ്റഡാ, സത്യമായിട്ടും ബ്ലഡ് റിലേറ്റഡാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ വാനിന് സമാധാനമാവുന്നത്. കാരണം അങ്ങനെ ബ്ലഡ് റിലേറ്റഡ് ബ്രദർ സിസ്റ്റർ എന്ന ബോണ്ടിങ്ങിനിടയിൽ ഒരു പ്രണയം കുത്തിക്കറി വരാൻ ഒരു സാധ്യതയില്ലല്ലോ. എന്തായാലും അപ്പോഴേക്കും അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ജിൻ തിരിച്ചെത്തുന്നുണ്ട്. അവൻ അങ്ങോട്ട് അകത്ത് കത്തി എടുക്കാൻ പോയതാണ്. മൂന്ന് കഴിക്കാൻ കൊടുത്തിരുന്ന ആ ഒരു മീറ്റിന്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ കത്തിയെടുത്തത്. മൂന്ന് ഭയങ്കര കെയർ ആയി ജിൻ നോക്കുന്നത് വാനിന് എന്നിട്ടും ഇങ്ങോട്ട് സൂയിക്കുന്നില്ല. അവളാകട്ടെ അവനോട് കയ്യിലൊക്കെ ഗ്രീസ് ആയിട്ടുണ്ട് ഞാൻ തുടച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ മൈൻഡ് ആക്കുന്നില്ല. മൈൻഡ് ആക്കാതിരിക്കുന്നവനെ വെറുതെ വിടാതെ വീണ്ടും പുറകെ തന്നെ അവൾ കൂടിയിരിക്കുകയാണ്. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ സഹി ഇടുന്ന അവൻ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് ടേബിളിൽ ഒന്ന് ആഞ്ഞു കുത്തുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് സൈലന്റ് ആവുന്നുണ്ട്, പ്രത്യേകിച്ച് വാൻ. അതിനുശേഷം ഇന്ന് കഴിക്കുന്നു പറഞ്ഞ് അത് കൊടുത്തിട്ട് വേഗം കഴിച്ചിട്ട് നീ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനേ അവൻ പറയുന്ന ടീം എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാൻ അത് ചെയ്തോണ്ടിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാരണം ഇവിടെ ഇരുന്നാല് ജിൻ തന്നെ പറഞ്ഞു വിട്ടാലോ എന്ന് കരുതി അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അവൾ അങ്ങനെ ഒരു സംസാരം വീണ്ടും അവിടെ ഉണ്ടാക്കാതെ എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ അവളുടെ റൂമിലിരുന്ന് അവൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ടീം സാൻലി അങ്ങോട്ടേക്ക് എത്തിയ ഒരു കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് അത് കൊടുക്കാനേ പറയുന്നുണ്ട്. ന്യൂട്രീഷൻ വേണ്ടേ? എന്തായാലും അപ്പോഴേക്കും ആ ഇരിക്കുന്ന സ്നേക്ക് സത്യത്തിൽ ആരാ, ജിന്നിന്റെ ഗേൾ ഫ്രണ്ട് ആണോന്നെല്ലാം ഒരുമാതിരി സങ്കടത്തില് മൂ ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യത്തിന്റെ ആ ഒരു ആകുലത മനസ്സിലായിട്ടായിരിക്കാം സാൻലിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ഗേൾ ഫ്രണ്ട് ആവും? മുന്നേ ജിൻ ജോലി ചെയ്തിരുന്ന ആ ഒരു വർക്ക്ഷോപ്പില്ലേ അതിന്റെ ഓണറിന്റെ മോളാണ് ഈ സ്നേക്കി. നീ എപ്പോഴാ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ AC ഒന്നും ഇല്ല, എല്ലാം കംപ്ലൈന്റ് ആയിപ്പോയി എന്നവൾ പറയുമ്പോൾ അപ്പോൾ പോകാൻ പ്ലാനില്ലേന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോൾ പോവും, ഹോംവർക്ക് ഒന്നും ചെയ്തു തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വേഗം സംസാരം നിർത്തുമ്പോഴേക്കും ശരി ഇവളെ ഇനി കളിയാക്കണ്ടെന്ന് വിചാരിച്ച് സാൻലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് സ്നേക്ക് പോയോന്നൊന്ന് മൂ എത്തി നോക്കാനായി പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ നിന്ന് അവർ സംസാരിക്കുന്നതാണ് കാണുന്നത്. അതായത് വാൻ ജിന്നിനോട് സംസാരിക്കുകയാണ്. തുടർന്ന് മൂ പതിയെ മാറിപ്പോന്നു. അവൾ പറയുന്ന മറ്റൊന്നും അല്ല, നിനക്ക് കാശ് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട, ഞാൻ തരാം, പിന്നെ റിസ്കിലൊന്നും ചെന്ന് ചാടരുത്. നീ ഇപ്പൊ അന്വേഷിച്ച് നടക്കുന്ന ആ കാറിന്റെ പാർട്സ് നമ്മുടെ ഈ നാട്ടിൽ എവിടെ നിന്ന് നിനക്ക് കിട്ടാനേ പോകുന്നില്ല. എന്റെ അച്ഛൻ അതൊക്കെ ഓൾറെഡി നിനക്ക് കിട്ടരുതെന്ന ഉദ്ദേശത്തിൽ കൈക്കലാക്കി. പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് നീ എന്നെ പരിഗണിക്കണമെന്നല്ല. ആ അവസരം മുതലാക്കാനേ അവള് പറയുമ്പോ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടെന്ന് പറയുന്ന ജിൻ അവിടെ മൂ വന്നിങ്ങനെ ഒളിഞ്ഞും പാത്ത് നോക്കുന്നത് ശ്രദ്ധിക്കുന്ന ജിൻ ശരി നീ പോവാനായി പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. സ്നേഹിക്ക് തന്നെ പറഞ്ഞു വിടാൻ ജിന്നിന് വലിയ ഉത്സാഹമാണെന്ന് മനസ്സിലാവുമ്പോ പിന്നെ അല്ലല്ലോ ഇവിടെ നിൽക്കുക, എനിക്ക് അതുകൊണ്ട് വലിയ അത്യാവശ്യമല്ലെന്ന മട്ടില് അവളും പെറുപെറുത്തുകൊണ്ട് അവിടെ നിന്ന്
നിന്ന് പോകുന്നു. എന്നിട്ട് അവൻ നേരെ മൂ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും മൂ ആട്ടെ താനിവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് അവൻ അറിയണ്ടെന്ന രീതിക്ക് കാറ് തുടയ്ക്കുന്ന കണക്ക് ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അവൻ ചോദിക്കുന്ന ടീം അത് പിന്നെ ഒരു കാക്ക കഷ്ടം അത് തുടയ്ക്കായിരുന്നു എന്ന് അവളും പറയുന്നുണ്ട്. നീ എന്നല്ലേ വേഗം പോകാനുള്ള വഴി നോക്കാനായി അവൻ പറയുമ്പോൾ ഞാൻ എന്തിനാ പോകുന്നതെന്ന് അവളും ചോദിക്കുന്നു. പിന്നെ ഇവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്, ആകെ കൺജസ്റ്റ് ആയി ഈ ഒരു സ്ഥലത്ത് നിനക്ക് ഇരിക്കാൻ വേറെ പണിയൊന്നും ഇല്ലെന്നല്ല അവൻ ചോദിക്കുമ്പോൾ ഞാൻ വരുന്നതിന് കുഴപ്പമുള്ളോ, ആ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനൊന്നും കുഴപ്പമില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോന്ന് ജിൻ ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നൊന്നും അല്ല, ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ എന്ന് അവൾ പറയുന്ന ടീം അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കളിയാക്കി ചിരിക്കുകയാണ്. ആ ടീം ദേഷ്യം വന്നവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സ്നേഹി ജിന്നിനോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ കാണുമ്പോൾ അവൾക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ജിന്നാണ് ഒട്ടും മൈൻഡ് ആക്കാത്തത്. അപ്പോഴേക്കും വീണ്ടും അവൻ അച്ഛന്റെ വീട്ടിലേക്ക് പോകാനായി അവളോട് പറയുമ്പോൾ ഞാൻ പോകുന്നില്ല, അവിടെ കംപ്ലൈന്റ് ആയ കാര്യം ഓർമ്മയില്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ അത് ഞാൻ റെഡി ആക്കിയിരുന്നല്ലോ എന്ന് അവൻ പറയുമ്പോൾ അത് വാട്ടർ ഹീറ്റർ AC അവിടെ കംപ്ലൈന്റ് ആയി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്ന ടീം അത് ഞാൻ റെഡിയാക്കാന്ന് അവൻ പറയുമ്പോൾ എന്താ റെഡിയാക്കിയാലും അടുത്തതായിട്ട് വീണ്ടും എന്തെങ്കിലും കംപ്ലൈന്റ് ആവുമെന്ന്, ആയില്ലെങ്കിൽ ഞാൻ ആക്കുമെന്ന രീതിക്ക് അവൾ പറയുമ്പോൾ അവൻ ഒരുമാതിരി അവളെ നോക്കുന്നുണ്ട്. ഇവളാകട്ടെ ഇവന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവനെ അങ്ങോട്ടേക്ക് കാണാൻ വരുത്താൻ വേണ്ടിയൊക്കെ ഓരോ സാധനങ്ങളും നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. അവൻ കഷ്ടപ്പെട്ട് വർക്ക്ഷോപ്പിൽ പണിയെടുത്തും റേസ് ചെയ്തും ബോക്സിങ് ചെയ്തും കിട്ടുന്ന ആ കാശൊക്കെ അച്ഛന്റെ കടം വീട്ടാനേ തികയുന്നില്ല. അപ്പോഴേക്കും ഇവളിങ്ങനെ ഓരോന്നും നശിപ്പിച്ചോണ്ടിരുന്ന പ്രണയം കുറച്ച് എക്സ്പെൻസീവാ. എന്തായാലും കൂടുതലൊന്നും അവനപ്പോൾ അവള് പറയാൻ നിൽക്കുന്നില്ല. അവൾ അവിടെ ഉണ്ടായിരുന്ന അവന്റെ റൂമിലേക്ക് ഉറങ്ങാനും കയറുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജിൻ കറക്റ്റ് ആയി അവന്റെ റൂട്ടീനിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ സമയമായിട്ടും മൂ എണ്ണീറ്റില്ല എന്ന് കാണുന്ന അവൻ അവളെ വിളിക്കാനായി പോകുമ്പോൾ അവൾ ഉറക്കപ്പിച്ചല്ലോ പോ ഞാൻ എണ്ണീറ്റോളാന്നൊക്കെ പറഞ്ഞ് പുലമ്പുമ്പോൾ അവൻ അങ്ങ് തിരിച്ചു പോകുന്നു. അങ്ങനെ ഉച്ചയിൽ സൂര്യൻ ഉദിച്ച ശേഷമാണ് അവൾക്ക് ബോധം വരുന്നത്. വേഗം റെഡി അയ്യോ ക്ലാസ്സിന് ഞാൻ ലേറ്റ് ആവുമല്ലോ എന്ന് ടെൻഷനി പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും അവിടെ ജിന്നിന്റെ 2 വീലർ ഇരിക്കുന്ന കാണുന്ന അവൾ ഒരു അടവെടുക്കാം ഇല്ലേ ശരിക്കും ഞാൻ ലേറ്റ് ആയി പോകുന്നു പറഞ്ഞ് ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അതിനുശേഷം അയ്യോ ലേറ്റ് ആയല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് സ്വന്തമായി ടെൻഷൻ അടിക്കുന്ന കണക്ക് ഇച്ചിരി ഉറക്കം പറയുമ്പോൾ അത് കേൾക്കുന്ന ജിന്നിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോൾ ബസ് വരും, അതിൽ കയറി പോകാനായി അവൻ അത് കേട്ട് പറയുമ്പോൾ അത് പിന്നെ തായ് ഭാഷയല്ലേ ബസ്സിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ഞാനത് വായിക്കാൻ അറിയാതെ വേറെ ഏതെങ്കിലും ബസ്സിൽ കയറി ബസ് മാറിപ്പോയി അങ്ങനെ വീണ്ടും ഞാൻ പ്രശ്നത്തിലാവില്ലെന്ന് അവൾ പറയുന്ന ടീം നിനക്ക് എണ്ണാൻ അറിയാമല്ലോ, ഇവിടെ നിന്ന് 3ാമത്തെ സ്റ്റോപ്പ് നിന്റെ സ്കൂളിന്റെ അവിടുത്തെ സ്റ്റോപ്പ്, അങ്ങനെ എണ്ണി ഇറങ്ങിയാൽ മതി എന്ന് അവൻ പറയുമ്പോൾ അങ്ങനെ പറയല്ലേ പ്ലീസ് ഞാൻ ലേറ്റ് ആവുമെന്നും പറഞ്ഞ് അവൾ ചിടുങ്ങുന്ന ടീം സ്കൂളിൽ ലേറ്റ് ആവുന്ന ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു. അത് പിന്നെ ഉറക്കം വന്ന എന്ത് ചെയ്യാനാ, ആ ബെഡിൽ കിടന്നപ്പോൾ ഞാൻ അങ്ങ് നല്ലതായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി, എനിക്ക് വേണ്ടി ചെയ്തു വെച്ച ബെഡ് പോലെ ഉണ്ടായിരുന്നു അത്, അങ്ങനെ ഉറങ്ങിപ്പോയതാണെന്നെല്ലാം അവൾ പറയുന്ന ടീം ശരി ഞാനിവ എന്ത് ചെയ്യണം എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവന് കോട്ടെടുത്ത് കൊടുത്തവൾ ബൈക്കിൽ പോകാന്ന് പറയുമ്പോൾ അവനും സമ്മതിക്കുന്നു. തുടർന്ന് അവൾ ഭയങ്കര ഹാപ്പിയായി വേഗം ഹെൽമെറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവൻ അത് ക്യൂട്ടായി അവൾ കിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്ന് അവൾ അങ്ങനെ അവന്റെ കൂടെ സ്കൂളിന്റെ അവിടെ എത്തുന്നുണ്ട്. അവൾ ധൃതിയില് ഹെൽമെറ്റ് ഊരാനായി നോക്കുമ്പോൾ പറ്റാതാകുമ്പോൾ അവനാണ് ഊരിയും കൊടുക്കുന്നത്. ഈ ടീം രണ്ടുപേരും വളരെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ ജിന്നൊന്ന് ഹാർട്ട് ബീറ്റ് റേസ് ആയ കണക്കാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും ഹെൽമെറ്റ് ഊരി കൊടുത്ത് അവളുടെ ടോപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുത്ത് മുടിയൊക്കെ ഉഴപ്പിക്കിടക്കുന്നത് അവൻ മിററിൽ കാട്ടിക്കൊടുക്കുന്നു. അവൾ വേഗം മുടി ഒതുക്കി പോകാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് അവൻ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുന്നുണ്ട്. ഈ ടീം അവൾ ഒരു കാർഡ് അവന് കൊടുക്കുന്നുണ്ട്. സ്കൂളിന്റെ അപ്കമിങ് ഓപ്പൺ ഹൗസിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ആണ്, പേരൻസ് ആണല്ലോ വരേണ്ടത്, എനിക്ക് വേണ്ടി ജിൻ വരണം എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. അവൻ എന്ത് പറയും എന്ന് കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലിൻ അങ്ങട്ടെ ജിന്നിന്റെ വർക്ക്ഷോപ്പിന്റെ അവിടെ എത്തുമ്പോൾ ജിൻ അവിടെ ഇല്ലല്ലോ. അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ഇവിടെ വാങ്കിൽ എഞ്ചിൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ആ സ്റ്റാഫ് പറയുമ്പോൾ അവിടെ നിന്ന് ലിൻ നേരെ പോകുന്നത് കഴിഞ്ഞ ദിവസം മൂവിനെ അച്ഛന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നോ, അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റും അവൻ കണ്ടിരുന്നല്ലോ. അതിനെപ്പറ്റി അവളോട് പറഞ്ഞപ്പോൾ അവിടെ ഡംപ്ലിങ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അതേ റെസ്റ്റോറന്റിലേക്കാണ് അവൻ പോകുന്നത്. ആ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നത് മറ്റാരുമല്ല മൂവിന്റെ 2ാം അമ്മയാണ്. അങ്ങനെ അവിടെ ആണെങ്കിൽ ഒത്തിരി ഡിഷൊന്നുമില്ല, ആകെപ്പാടെ 2-3 ഡിഷേ ഉള്ളൂ. അതെന്തായാലും ഓർഡർ ചെയ്ത് ലിൻ അത് കഴിക്കാനായി അവിടെ ഇരിക്കുന്ന ടീം അവിടെ ജിന്നു ഉണ്ടായിരുന്നു. ജിന്നു അവിടുത്തെ ബിയർ ബോട്ടിലൊക്കെ റീസ്റ്റോക്ക് ചെയ്യുന്നതും ഈ 2ാം അമ്മ അതായത് ആ ഷോപ്പിലെ ലേഡി ലിന്നിന് അങ്ങനെയല്ലേ അറിയൂ, അവർ ജിന്നിനോട് സംസാരിക്കുന്നതും ലിൻ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഇരിക്കുന്ന ലിന്നിനെ ജിൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ മുന്നേ ഓപ്പൺ ഹൗസിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് മൂ കൊടുത്തിരുന്നല്ലോ, അതിൽ എത്ര മണിക്കാണ് അവിടെ ചെല്ലേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയ ശേഷം നേരെ അച്ഛന്റെ വീട്ടിലെ ഒരു കബോർഡിന്റെ അടിയിൽ നിന്ന് അവന്റെ ഹൈസ്കൂൾ കാലത്തെ യൂണിഫോം എടുക്കാണ്. ഇത് കാണുന്ന 2ാം അമ്മ ഇതിപ്പോ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് മൂവിന് ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് അവനത് വാഷ് ചെയ്തെടുക്കാനേ ഒരുങ്ങുമ്പോൾ ഞാൻ കഴുകി തരാന്ന് അവർ പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ കഴുകാന്നും പറഞ്ഞ് അവനത് അങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് അന്ന് ക്ലാസ് കഴിഞ്ഞ് മൂ എത്തുമ്പോഴേക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജിൻ. ഈ ടീം അവൾ ആ ഒരു കീ ചെയിൻ തപ്പണമല്ലോ എന്ന് കരുതി അവന്റെ അടുത്ത് ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. നാളെ എനിക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്, ഞാൻ അതിന് നേരത്തെ പോയിട്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ആ ടീം എവിടെയെങ്കിലും പോയാൽ എനിക്ക് കീ തന്നിട്ട് പോകാവോ, ഞാൻ ഇവിടെ എങ്ങാണോ ഇരുന്നോളാന്നില്ല അവൾ പറയുന്ന ടീം അവനൊന്നും മിണ്ടുന്നില്ല. അവളാകട്ടെ പോക്കറ്റിലായിരിക്കും അല്ലേ താക്കോല് എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഗ്ലൗസ് ഊരുന്നുണ്ട്. ഈ ടീം അവൾ കഷ്ടപ്പെടണ്ട ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റ് കൈ ഇടുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കിട്ടുന്നില്ല. നീ എന്തി
കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അവൾ പെട്ടെന്ന് അവനോട് ആ താക്കോല് കിട്ടാത്ത നിരാശയില് ദേഷ്യപ്പെട്ട് ഓടിപ്പോകുമ്പോ ഇവളിത് എന്തേ കാണിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നേ ഇല്ല. തന്നെ പോക്കറ്റിൽ തപ്പിയിട്ട് ഒന്നും കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണ് അവൾ പോയതെന്നാണ് അവൻ കരുതുന്നത്. ഓ, ഇനി ഇവക്ക് തപ്പാൻ വേണ്ടി ഞാൻ ഇനി പോക്കറ്റിൽ കോയിൻ ഇട്ടോണ്ട് നടക്കണമെന്ന് അവൻ പിറുവിറുക്കുമ്പോ അത് കേട്ടോണ്ട് സാൻലി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ അറിയാലോ എന്താണ് അവൾ തപ്പുന്നതെന്ന്, ആ ഒരു കീ ചെയിൻ ആണെന്ന്. അവനല്ല ഐഡിയ പറഞ്ഞു കൊടുത്തതും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടും എണ്ണിക്കാതെ കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ജിൻ ചെന്ന് വിളിക്കുമ്പോ ഇന്ന് വീക്കെൻഡാ, എനിക്ക് ക്ലാസ്സിലാന്ന് അവൾ ഉറക്കപ്പിച്ചേല് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കേട്ടവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് അവരുടെ കൂടെ കഴിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന ജിൻ അവൾക്കൊരു കവർ കൊടുക്കുന്നുണ്ട്. കവറിനകത്ത് അവൻ മുന്നേ വൃത്തിയാക്കി കഴുകി ഉണക്കി തേച്ചെടുത്ത് അവന്റെ യൂണിഫോം ആണുള്ളത്. അത് അവൻ കൊടുക്കുമ്പോ അവളെ യൂണിഫോം വളരെ സന്തോഷത്തിൽ നോക്കുന്നുണ്ട്. ഈ ടീം ഇത് കാണുന്ന സാൻലി, നീ ഇത് ഭദ്രമായിട്ട് നോക്കണം, കാരണം ഇവന് അതുപോലെ കൊണ്ടു നടന്ന യൂണിഫോം ഇടയ്ക്ക് ഞാനൊന്ന് ഇടാൻ നോക്കിയപ്പോ പോലും ഇവൻ തന്നിട്ടില്ല. ഓ, ഇത്രയും കാത്തു സൂക്ഷിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും ഭദ്രമായിട്ട് സൂക്ഷിക്കണേ, ഇവൻ ഈ ഒരു യൂണിഫോമേ ഉള്ളൂ എന്ന് പറഞ്ഞ സാൻലി ഇവിടെ പറയുമ്പോ ഞാനിത് പൊന്നുപോലെ നോക്കുന്നു. അത് കേട്ട് മൂവും പറയുന്നുണ്ട്. ഈ ടീം ഫുഡ് കഴിക്കുന്ന ജിന്നിന്റെ കവിളിലൊക്കെ അവൾ ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് ഒപ്പിക്കൊടുക്കുമ്പോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് അവൻ അതങ്ങ് മേടിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ കിട്ടിയ ഈ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് ചെത്തിയാണ് മോ ക്ലാസ്സിലേക്ക് പോകുന്നത്. അവളിങ്ങനെ യൂണിഫോം ഇട്ട് വന്നത് കണ്ടപാടെ ഞാൻ അന്തം വിടുന്നുണ്ട്, എവിടെ നീ യൂണിഫോം കിട്ടിയതെന്ന്. ആ ടീം ഇത് ജിന്നിന്റെ യൂണിഫോം ആണെന്ന് പറയുമ്പോ ഇത് വളരെ സ്പെഷ്യൽ ആയ ഒരു യൂണിഫോം അറിയാവോ, ഈ സ്കൂളിൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റാറായി കൺസിഡർ ചെയ്യുന്ന ടോപ്പ് സ്റ്റുഡന്റിന് മാത്രമാണ് യൂണിഫോം കൊടുക്കുക. അതും ഈ അടുത്തൊന്നും ആർക്കും ഈ ഒരു യൂണിഫോം അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ടോപ്പ് സ്റ്റുഡന്റ് ആയി സിറ്റി ലെവലിൽ കോമ്പറ്റീഷനോ അല്ലെ അതിൽ കൂടിയ എന്തെങ്കിലും അച്ചീവ്മെന്റോ ഒക്കെ മേടിച്ചാരും ഈ സ്കൂളിൽ ഇതിനോടകം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് ഇത് കൊടുത്തത് കുറച്ച് ആളുകൾക്ക് മുന്നേ ആണ് മിസ് ഈ അടുത്തും പറഞ്ഞിരുന്നു. അത് ജിന്നിനായിരുന്നു അപ്പൊ കിട്ടിയത്. ജിന്നായിരുന്നു ആ ഒരു ടോപ്പ് ഗോൾഡ് സ്റ്റാർ സ്റ്റുഡന്റ് എന്നെല്ലാം ഞാൻ പറയുമ്പോഴാണ് ആ ഒരു കാര്യം മൂവും അറിയുന്നത്. ഓ, അതുകൊണ്ടാണ് ഈ യൂണിഫോം ജിൻ അത്രയും പ്രഷ്യസ് ആയി സാനൽ ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ കൊണ്ടു നടന്നത്. എന്നിട്ട് അവൻ ഇത് തനിക്ക് തന്നല്ലോ എന്നല്ല ഭയങ്കരമായി തന്നെ മൂ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അവൻ അത്രയും ബ്രില്യന്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത്, അത്ര വലിയ സംഭവമായിരുന്നു എന്നൊക്കെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളോട് അറിയുന്നവൾ സത്യത്തിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അതേ ടീം തന്നെ അവൾക്ക് സങ്കടാവുന്നുണ്ട്. അങ്ങനെ അന്ന് സ്കൂൾ കഴിഞ്ഞെത്തുന്ന അവൾ അവനോട് പഠനത്തിൽ ചില ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് അവനത് പറഞ്ഞു കൊടുക്കാനായി അടുത്തിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ അവനെ തന്നെ വായി നോക്കിയിരിക്കുന്ന അവളാകട്ടെ ഈ ഒരു യൂണിഫോം സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതല്ലേ, ഏതോ ഒരു കോമ്പറ്റീഷനിലൊക്കെ ടോപ്പ് ലെവലിൽ നിന്ന് എത്തിയിരുന്നു, വലിയ ഗോൾഡ് സ്റ്റാർ ആയിരുന്നു എന്നൊക്കെ കേട്ടു, എന്ത് കോമ്പറ്റീഷൻ ആയിരുന്നു അത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ഫിസിക്സ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്നവൻ പറയുമ്പോൾ അതിനുശേഷം എന്താ പിന്നെ കോളേജ് എൻട്രൻസ് എക്സാം ഒന്നും നോക്കാതിരുന്നത്, ഇത്രയും നന്നായി പഠിക്കുന്ന ഒരാൾ അതൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടണ്ടേ, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാനാണോ നേരം എന്നൊക്കെ പറഞ്ഞു അവൾ ചോദിച്ചതിനൊന്നും മറുപടി കൊടുക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇവന്റെ അടുത്ത് നിന്നൊന്നും ചോദിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് അവൾ ഇങ്ങനെ നിരാശയിലിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന സാൻലി, ഓ, ഒത്തിരി പഠിച്ചാലേ തലച്ചോറ് ടയേർഡാവും, അതുകൊണ്ട് വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. വേറെ എങ്ങോട്ടും അല്ല, അവന്റെ പെറ്റ് ഷോപ്പിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. തുടർന്ന് അവിടെയുള്ള പെറ്റ്സിനെയൊക്കെ കണ്ടും കൊഞ്ചിച്ചും ഒക്കെ അവളിങ്ങനെ ഇരിക്കുന്ന ടീം അവിടെ തനിയെ ഒരു പപ്പിയെ കൂട്ടിലിട്ടിരിക്കുന്നത് കണ്ട് അതിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ഈ പട്ടിയുടെ കുട്ടികളിൽ ഒരു കുട്ടിയായിരുന്നു, പക്ഷെ അത് ജനിക്കുന്ന ടീം ഏതാണ്ട് മരിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ അത് പിന്നീട് ജീവിതത്തിലേക്ക് വന്നെങ്കിലും അതിന്റെ അമ്മയ്ക്ക് അതിനെ തീരെ മൈൻഡില്ല, അതുകൊണ്ട് അതിനിങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണെന്നല്ല അവൻ പറയുന്ന ടീം. ആ ഒരു കഥ കേൾക്കുന്ന മൂവിന് അതിനോട് ഭയങ്കരമായ ഒരു സെന്റിമെന്റ്സ് തോന്നുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഞാനിതുപോലെ തെരുവിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പപ്പിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താനായി നോക്കിയപ്പോ അമ്മ സമ്മതിച്ചില്ല. തുടർന്ന് ഞാനും ജിന്നും കൂടി ചേർന്ന് അമ്മ അറിയാതെ അതിനെ കഷ്ടപ്പെട്ട് ഒരിടത്ത് ഒളിപ്പിച്ച് വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അതിനെ കാണാതായി. അതിന് ലൈറ്റ്നിങ് എന്നാണ് ഞങ്ങൾ പേര് വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിനെ മിസ് ചെയ്തപ്പോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്നവൻ നീ വേണമെങ്കിൽ ഇതിനെ വളർത്തിക്കോളാനേ പറയുമ്പോ ഞാൻ എവിടെ കൊണ്ടേ വളർത്താനാണെന്ന് അവൾ പറയുന്ന ടീം അങ്ങോട്ടേക്ക് ജിൻ വരുന്നുണ്ട്. അവൻ കാറിൽ വന്നങ്ങനെ ഹോൺ അടിച്ച് അവളോട് വരാനായി പറയുന്ന ടീമിന്റെ നീ ജിന്നിനോട് ചോദിച്ചു നോക്ക് ഇതിനെ വളർത്തുന്ന കാര്യം. അവൻ സമ്മതിക്കുന്നു പറയുമ്പോ ഓന് ചോദിക്കാനായിട്ട് ഒരു മടിയുണ്ട്. മടിക്കാതെ പോയി ചോദിക്കുന്നു പറഞ്ഞ് സാൻലിയാണ് എരിപിരി കയറ്റി വിടുന്നത്. അങ്ങനെ അവളെയും കൂട്ടി അവൻ നേരെ സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഈ ടീം അവൾ അങ്ങോട്ട് അവനോട് ആ ഡോഗിന്റെ കാര്യം പറയണോ വേണ്ടയോ എന്നുള്ള മട്ടിലിങ്ങനെ നടക്കുമ്പോൾ കുറെ നേരമായിട്ട് എന്നെ നോക്കാണല്ലോ, എന്താ വല്ലതും പറയാനുണ്ടോ അവൻ പറയുന്ന ടീം. അത് പിന്നെ സാൻലിയുടെ അടുത്ത് ഒരു ഡോഗ് ഉണ്ട്, അതിന് കൊച്ചിലെ വയ്യാതായപ്പോ അതിന്റെ അമ്മ അതിനെ ഉപേക്ഷിച്ചതാ, നമുക്ക് അതിനെ വളർത്തിയാലോ, നമുക്ക് നന്നായിട്ട് നോക്കാന്നൊക്കെ അവൾ പറയുമ്പോ സാൻലി നിന്നെ ശരിക്ക് പറ്റിച്ചല്ലോ, അവൻ ആ ഡോഗിനെ മരണക്കിടക്കെന്ന് രക്ഷപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് നീ അന്വേഷിച്ചു എന്ന് ജിൻ ചോദിക്കുമ്പോ മൂന്ന് അതിന് ഉത്തരവില്ല. അവളിങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുമ്പോ ഇതേ കണ്ടില്ലേ അവൻ പറ്റിച്ചതാ, അവന്റെ കയ്യില് വിറ്റുപോകാത്ത ഡോഗിനെ നിന്റെ തലയിൽ കെട്ടിവെച്ച് തരാൻ അവൻ നോക്കിയതാ, അതിന് വളർത്താനുള്ള ചെലവും ഫുഡിനുള്ള ചെലവും എല്ലാം കൂടി നിന്റെ തലയിൽ വെച്ച് തരാനായിട്ട് അവൻ നോക്കിയതാ, നീ ആ കഥയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ പറയാണെന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അത് ശരിയായിരിക്കും, എന്നിരുന്നാലും അതൊരു പാവം ഡോഗല്ലേ, അതിനെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള ചെലവും ബാക്കി വളർത്താനുള്ള ചെലവും ഒക്കെ ഞാൻ നോക്കിയാൽ ഞാൻ അതിന് വളർത്തുന്നതിൽ ജിന്നിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ, അതായത് ജിന്നിന്റെ ഗ്യാരേജിന്റെ അവിടെ അവൾക്ക് വളർത്താനായിട്ട്, അപ്പൊ അവന്റെ സമ്മതം വേണ്ടേ? അത് ശരിയാവില്ല, നീ എന്തായാലും കുറച്ച് കഴിഞ്ഞ് കാനഡയിലേക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടതല്ലേ, ആ ടീം അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ നിനക്ക് ഇത്രയും നാൾ അതിനെ വളർത്തിയ ആ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ കാരണം അത് വലിയൊരു സങ്കടമായിരിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് അവൻ പറയുന്ന ടീം. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ ഡോഗിനെ വളർത്തണ്ട എന്ന് മാത്രം പറഞ്ഞെങ്കിൽ ഇത്രയും കുഴപ്പമില്ല, ഇതിപ്പോ അവൾ ഇവിടെ ടെമ്പററി ആയിട്ടല്ലേ ഉള്ളൂ, അവൾ എന്തായാലും ഇവിടെ നിന്ന് പോകേണ്ടതല്ലേ എന്ന് മറ്റുള്ള അവൻ സംസാരിച്ചത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയല്ലേ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ദേഷ്യപ്പെടുന്ന അവൾ, ഓ അപ്പൊ ഞാൻ ടെമ്പററി ആയി ഇവിടെ നിൽക്കുന്നത് വരെ എന്നോട് ചുമ്മാ സ്നേഹവും കെയറും ഒക്കെ അഭിനയിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അവനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് നടന്നു പോകുന്നു. ആ ഡോഗിനെ വളർത്തണ്ടെന്ന് പറഞ്ഞാണോ നീ ഇങ്ങനെ പിണങ്ങി പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, വെറും ഒരു ഡോഗിന്റെ കാര്യമല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത, അങ്ങനെ ആരും ഇല്ലാത്ത കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവന്റെ കാര്യം, അതാ ഞാൻ പറഞ്ഞതെന്ന് അവളുടെ കാര്യം അവിടെ സൂചിപ്പിക്കുന്ന കണക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് അത് കേട്ട് നിൽക്കുന്ന അവൻ എന്തായാലും അന്ന് രാത്രി സാൻലിയുടെ പെറ്റ് ഷോപ്പിന് അവിടേക്ക് പോയി ആ ഡോഗിനെ പറ്റി തിരക്കുന്നുണ്ട്. ഇത് അമ്മയുടെ പാലാണോ കുടിക്കുന്നത്, എപ്പോ അതൊക്കെ നിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പൊ ഇവനിത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് അത് കേൾക്കുന്ന സാൻലിക്ക് മനസ്സിലാവുന്നു. അത് പിന്നെ ഞാൻ ചുമ്മാ ഒരു എറിഞ്ഞ് നോക്കിയതാ, പക്ഷെ അത് വർക്കൗട്ട് ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് ജിൻ ഗസ് ചെയ്ത കണക്ക് തന്നെ സാൻലി ഒരു കള്ളക്കഥ പറഞ്ഞതാണെന്ന് സാൻലി അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന ജിന്നാട്ടെ, നിന്നെ കൊണ്ട് പണിയല്ലാണ്ട് എപ്പോഴേലും ഉപകാരം വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് അവനോട് ചോദിക്കുന്നു. അല്ല ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇനി ഒരു പക്ഷേ മൂന്ന് നിന്നോടെങ്ങാനും പ്രണയമായാല് നീ ബാക്കിയുള്ളവരോട് വളരെ കോൾഡായി പെരുമാറുന്ന കണക്ക് തന്നെ അവളോട് പെരുമാറുമെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന ജിൻ നീ ഒന്ന് പോയെന്ന് മാത്രമാണ് സാൻലിക്ക് ഉത്തരം കൊടുക്കുന്നത്. അതിനർത്ഥം മൂവിനോടുള്ള അവന്റെ ആ ഒരു പ്രത്യേക ഇഷ്ടം മനസ്സിലാക്കി തന്നെയാണ് സാൻലി ചോദിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ ആകാം അവനോട് ഒത്തിരി അങ്ങ് മസിൽ പിടിച്ചൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കാതിരുന്നത്. എന്തായാലും അടുത്ത ദിവസം സാൻലി ആ ഒരു ഡോഗിനെ ഗ്യാരേജിന്റെ അവിടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇതിനെ ഇവിടെ വളർത്താനായി ജിൻ സമ്മതിച്ചെന്ന കാര്യം തന്നെ മൂ അറിയുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അവൾ വേഗം തന്നെ അതിനെ എടുത്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിന്നിന്റെ അടുത്ത് പോയി താങ്ക്സ് പറയുക. ഒപ്പം തന്നെ ഇതിന് നമുക്ക് ലൈറ്റ്നിങ് എന്ന് പേര് വെക്കാം, ഇത് കുഞ്ഞായതുകൊണ്ട് ഇതിനെ നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കും എന്നിങ്ങനെയൊക്കെ പല എക്സ്ക്യൂസും ഒക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ തുള്ളിച്ചാടി നടക്കാണ്. പക്ഷെ അവൻ വലിയ മൈൻഡ് കൊടുക്കാതെ ജോലി ചെയ്യുമ്പോൾ അവനെ തന്നിലേക്കൊന്ന് ശ്രദ്ധ തിരിപ്പിക്കാനായി അവൾ വളരെ ഫോർമൽ ആയ രീതിയിൽ അവിടെ ഇങ്ങനെ കുനിഞ്ഞു നിന്നൊക്കെ താങ്ക്സ് പറയുമ്പോൾ അത് കണ്ട് അവന് ചിരി വരുന്നുണ്ട്. നീ ഇങ്ങനെ ഫോർമൽ ആയിട്ടാണോ എന്നോട് താങ്ക്സ് പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, പറ പിന്നെ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്ത് താങ്ക്സാ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ബ്രദർ എന്ന് വിളിക്കാനേ അവൻ പറയുമ്പോൾ അവൾക്ക് അങ്ങനെ വിളിക്കാനേ വയ്യ. അവൾ വേറെ വഴിയില്ലാണ്ട് പതിയെ ബ്രദർ എന്ന് പറയുമ്പോൾ കേട്ടില്ല ഉറക്കെ പറയാനേ അവൻ പറയുന്ന ടീം അവൾ അവിടെ കിടന്ന് മനസ്സില്ല മനസ്സുടെ ബ്രദർ ബ്രദർ എന്ന് അലറോ ലോഡ് അലറ്. അതിനുശേഷം ആ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് വാ ബ്രദർ നമുക്ക് പുറത്ത് കളിക്കാൻ പോവാന്നും പറഞ്ഞു ബ്രദർ എന്ന് വിളിച്ചൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് ഒരു സൂചന അവിടെ നൽകിക്കൊണ്ട്, ആ ഡോഗിനെ പോലും ബ്രദർ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അപ്പൊ പിന്നെ ജിന്നിനെ വിളിക്കുന്ന ഒരു കാര്യമല്ല, അത് കണക്കിലെടുക്കണ്ട എന്നിങ്ങനെ ഒരു ഹിന്റ് ഇട്ടുകൊണ്ട് അവൾ പോകുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അപ്പോഴേക്കും പുറത്ത് ആ ഡോഗിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്പീഡിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. സത്യത്തിൽ മൂന്ന് പേടിച്ചു പോകുന്നുണ്ട്. അതിൽ വന്നിറങ്ങിയത് സ്നേക്ക് ആയിരുന്നു. നീ പേടിച്ചോ? പേടിക്കണ്ട, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് സ്നേക്ക് പറയുന്ന കൂട്ടത്തിൽ ഡോഗോ ഇതിനൊക്കെ വളർത്താൻ തുടങ്ങിയോ ജിന്നെന്ന് ചോദിക്കുമ്പോൾ, ഇതിനെ ഞാനാ വളർത്തുന്നത്, കുറച്ചു നാൾ ഇത് ഇവിടെ കാണുമെന്ന് മൂ പറയുമ്പോൾ, ഓ നീ ടെമ്പററി ആയി ഇവിടെ ഉള്ള കണക്കാണോ ഇതെന്ന് വാൻ അവിടെ കുത്തി സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം എല്ലാം അകത്ത് നിന്ന് ജിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ കയ്യിലുള്ള സ്പാനർ പെട്ടെന്ന് താഴെ വെക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്ന സ്നേക്ക് അവനെ കാണുകയും നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറി നിന്ന് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇഷ്ടപ്പെടാതെ മൂ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ടീം അച്ഛനെ വന്ന് കണ്ട് സംസാരിക്കുന്നില്ല. സ്നേക്ക് പറയുമ്പോൾ നിന്റെ അച്ഛൻ എന്നോട് സംസാരിക്കണേ, ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ജിൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മൂ എത്തി ഈ ആപ്പിൾ കഴിച്ചോ എന്ന് പറഞ്ഞ് അവന് നേരെ നീട്ടുന്നത്. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.